ഒരു 3 ലെയർ കൃഷിയാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് മൾട്ടിപ്പിൾ ഇൻകം കിട്ടും. കാരണം ചെയ്യുന്നത് മണ്ടത്തരമാണ്, ഇത് സക്സസ് ആവത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്ന് എടുത്ത തീരുമാനങ്ങളെല്ലാം ഉചിതമായിരുന്നു എന്ന് എനിക്കിപ്പോൾ പൂർണ്ണമായ ബോധ്യമുണ്ട്. ടാപ്പിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും പൊതുവെ ധരിക്കുന്നത് റബ്ബർ ടാപ്പ് ചെയ്യുന്ന പോലെ റൗണ്ടിൽ വൃത്താകൃതിയിലാണ് എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. നമസ്കാരം. എറണാകുളം ജില്ലയിലെ മണിയടിയിലാണ് മനോജ് എന്ന കാർഷിക സംരംഭകൻ്റെ കൃഷിയിടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുക. ഒരു ഡിജിറ്റൽ സിനിമാ രംഗത്തുണ്ടായിരുന്ന അദ്ദേഹം ഇപ്പോൾ ഒരു പൂർണ്ണമായിട്ടും കൃഷിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു തരും. അപ്പം കൃഷിയിടത്തിൽ വന്നിരിക്കുക. ഇപ്പം എൻ്റെ പിന്നിൽ കാണുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പൊങ്ങല്യം എന്ന വൃക്ഷമാണ്. നമ്മൾ പാഴ്വൃക്ഷമായിട്ടും കുരുമുളക് പടർത്താനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു മരം അദ്ദേഹം മറ്റൊരു തരത്തിൽ വരുമാനം ഉണ്ടാക്കുകയാണ്. അതായത് അത് ടാപ്പ് ചെയ്ത് പശ എടുത്ത് വിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു നിലക്കനുസരിച്ച് 1 കിലോ പശയ്ക്ക് ഏതാണ്ട് 900 രൂപയോളം വിലയുണ്ട്. അപ്പം ഇവിടുത്തെ ഒരു പുതിയൊരു കൃഷി രീതി അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ആ ഒരു കൃഷി രീതിയെപ്പറ്റി നമുക്ക് കൂടുതലൊന്ന് അറിഞ്ഞിട്ട് വരാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കൃഷിയിടത്തിൽ ഏതെങ്കിലും ഒരു വിളയിൽ മാത്രം ആശ്രയിച്ച് നിൽക്കാതെ ഒരു മൾട്ടി ലെയർ വിള പരിപാലന രീതിയും കൂടെ അദ്ദേഹം ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അതായത് കൂടുതൽ വരുമാനം, പല വിളകളിൽ നിന്ന് കൂടുതൽ വരുമാനം കിട്ടുന്ന രീതിയിലുള്ള ഒരു കൃഷി രീതിയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ടും കേട്ടിട്ടും വരാം. സ്വാഗതം കർഷകശ്രീയിലേക്ക്. എറണാകുളം ജില്ലയിൽ മണിയടി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്നൊരു സ്ഥലമാണ് പാമ്പ്ര. ഇവിടെ പാമ്പ്ര പറമ്പേമല എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. പാരമ്പര്യമായിട്ട് റബ്ബർ കൃഷിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഗോയിങ് ഫോർവേഡ്, അതായത് മുന്നോട്ട് പോകുമ്പോൾ റബ്ബർ കൃഷി ടാപ്പിങ്ങിൻ്റേതായ ബുദ്ധിമുട്ടുകളും വില നിലവാരം കിട്ടുന്ന ഒരു ഉറപ്പില്ലായ്മ, അതുപോലെ തന്നെ കിട്ടുന്ന വെട്ടുകളുടെ എണ്ണം എന്നിവയുടെ അനുപാതം വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൃഷി ലാഭകരമല്ല എന്ന് തോന്നിയത് കൊണ്ട് ഒരു വ്യത്യസ്തമായ ഒരു കൃഷി, അതായത് ഒരു വരുമാനത്തെ മാത്രം ആശ്രയിക്കാതെ പല വരുമാനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു കൃഷി വേണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് അങ്ങനെ ചിട്ടപ്പെടുത്തിയെടുത്ത ഒരു കൃഷി രീതിയാണിത്. അതായത് ഒരു 3 ലെയർ കൃഷിയാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഹൈ ലെവലിൽ ഒരു മരം നട്ടിരിക്കുന്നു. സാധാരണ എല്ലാവരും അറിവുള്ളതാണ്, പൊങ്ങില്യ മരം എന്നാണ് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത്. ചില സ്ഥലങ്ങളിലേക്ക് പെരുമരം അല്ലെങ്കിൽ മട്ടി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ആ മരത്തിൽ ക്ലൈംബറായിട്ട് കയറി പോകുന്ന രീതിയിൽ കുരുമുളക് നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടവേളയായിട്ട് വീണ്ടും അടയ്ക്കാമരം നട്ടിട്ടുണ്ട്. അപ്പോൾ അടയ്ക്കാമരം വളർന്ന് പൊങ്ങിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും കാപ്പിയോ അല്ലെങ്കിൽ കൊക്കയോ, അത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. കാരണം പൊങ്ങില്ലത്തിനും കുരുമുളകിനും അടയ്ക്കാമരത്തിനും മരുന്ന് ബോഡോ മിശ്രിതം കോമൺ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ബോഡോ മിശ്രിതം ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു വിളയും കൂടി അധികം തിക്കായിട്ട് വരാത്ത രീതിയിൽ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ 4 തരം കൃഷി നമുക്കിതിനകത്ത് ചെയ്യാനുള്ളൊരു പ്ലാനിങ് ആണ്. അത് അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ഇൻകം കിട്ടും. അതായത് ഒരിക്കലും നമ്മൾ ഒരു കൃഷിയെ മാത്രം ആശ്രയിച്ച് നിൽക്കുമ്പോൾ ആണ് കർഷകൻ റിസ്കിലേക്ക് പോകുന്നത്. ഈ സ്ഥലം പൊങ്ങില്യം വെച്ച ആദ്യ കാലങ്ങളിൽ ഞാൻ തന്നാണ്ട് കൃഷികൾ ചെയ്തിരുന്നതാണ്. ഇഞ്ചി ചെയ്തു, മഞ്ഞൾ ചെയ്തു, വാഴക്കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ അനുഭവം അറിയാവുന്നതാണ്. കാരണം ലേബർ ചാർജ് വെച്ച് നോക്കുമ്പോൾ നമുക്കത് പ്രോഫിറ്റബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ മാറി ചിന്തിച്ചത്. ഈ കൃഷിയുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊങ്ങില്യ മരത്തിന് നമുക്ക് ടാപ്പ് ചെയ്ത് അതിൻ്റെ പശ എടുക്കാം. ആ പശ പ്രത്യേകിച്ച് സംസ്കരണ രീതികളോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ഫോർമാലിറ്റി അതിനകത്തില്ല. നമ്മൾ ചിരട്ടയിൽ നിന്ന് കളക്ട് ചെയ്ത് പ്ലാസ്റ്റിക് കൂടിൽ കെട്ടി വെച്ചാൽ മാത്രം മതി. അതോടുകൂടി അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞു. കാരണം പിന്നെ അത് നമ്മൾ സെയിൽ ചെയ്ത് കഴിയുമ്പോൾ മേടിക്കുന്നവരാണ് ഫിൽറ്ററിങ് അങ്ങനെയുള്ള പ്രോസസ്സിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ അന്നത്തെ വിലയ്ക്ക് നമുക്ക് വിൽക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് വില കൂടുന്ന സമയത്ത് നമുക്ക് വിൽക്കാവുന്നതാണ്. ഇപ്പോഴത്തെ ഒരു പ്രൈസിൻ്റെ ഒരു നിലവാരം അനുസരിച്ചിട്ട് പൊങ്ങില്യ പശയുടെ വില നല്ല രീതിയിൽ കൂടുന്നുണ്ട്. സൂക്ഷിച്ച് വെച്ചാൽ എന്തായാലും അതൊരു അസറ്റായിരിക്കും. അടുത്തതായിട്ട് കുരുമുളകാണ്.
കുരുമുളകിൻ്റെ പ്രൈസിൻ്റെ കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഇപ്പോൾ ഇന്നത്തെ വില ഏകദേശം ഒരു 600 രൂപ ചില്ലാനമുണ്ട്. അപ്പോൾ നാച്ചുറലി ആ പ്രൈസുകൾ കൂടിപ്പോവുള്ളൂ. കാരണം കുരുമുളക് പ്ലാന്റുകളുടെ വള്ളികളുടെ അല്ലെങ്കിൽ ചോടുകളുടെ ചൂട് കൂടിയത് കൊണ്ട് എണ്ണം കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഡിമാൻഡ് ഒരു സൈഡിൽ കൂടുന്നു, ചോടുകൾ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഉള്ള കുരുമുളകിന് നല്ല പ്രൈസ് കിട്ടുന്ന ഒരു നിലവാരത്തിലേക്ക് പോകാം. പൊങ്ങില്ലി പശയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ കുരുമുളകിൻ്റെ വിലയും നമുക്ക് സൂക്ഷിച്ച് വെക്കുന്നത് കൊണ്ട് നമുക്ക് പൈസയ്ക്ക് ആവശ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ കൂടിയ പ്രൈസിന് വിൽക്കാം എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജാണ്. മൂന്നാമതായി അടയ്ക്കാമരം. ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് മോഹിത് നഗർ എന്ന് പറയുന്ന ഇനം അടയ്ക്കാമരമാണ്. കാരണം അതിന് കമ്പാരിറ്റീവ്ലി വെള്ളം കുറവ് മതി, പിന്നെ കാപിടുത്തം കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പ്രിഫർ ചെയ്യാനുള്ള കാരണം. അടയ്ക്കയും നമുക്ക് സൂക്ഷിച്ച് വെച്ച് വില ഉള്ള സമയം നോക്കി നമുക്ക് കൊടുക്കാമെന്നുള്ളത് കൊണ്ട് നമുക്ക് നല്ല വില കിട്ടാനുള്ള സാധ്യതകളുണ്ട്. നാലാമതായിട്ട് കൊക്കോ ആണെങ്കിലും കാപ്പി ആണെങ്കിലും ഞാൻ അങ്ങനെയുള്ള ഒരു ഐറ്റം നോക്കിയാണ് ഞാൻ പ്രിഫർ ചെയ്യത്തുള്ളൂ. ആദ്യകാല റബ്ബർ തോട്ടങ്ങളിൽ ഒന്നാണ് എൻ്റേത്. അപ്പച്ചൻ ഉള്ള സമയത്ത് പ്ലാന്റ് ചെയ്തിരുന്ന മരങ്ങളാണ്. അപ്പോൾ ഫ്യൂച്ചറിനെ പറ്റി ഒരു ആശങ്ക ഉള്ളത് കൊണ്ടാണ്. കാരണം നമുക്ക് എന്നും താങ്ങായിരുന്നു റബ്ബർ. പക്ഷേ ഗോയിങ് ഫോർവേഡ് അത് എന്താവും എന്നുള്ളൊരു ആശങ്കയാണ് എന്നെ ഇങ്ങനെ മാറി ചിന്തിക്കാനായിട്ട് സഹായിച്ചത്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് പൊങ്ങിലും വെക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നെഗറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു. കാരണം ചെയ്യുന്നത് മണ്ടത്തരമാണ്, ഇത് സക്സസ് ആവത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു. ഞാനങ്ങനെ റിസ്ക് എടുത്തു. പൈപ്പിട്ട് വെള്ളം താഴേന്ന് മുകളിൽ എത്തിച്ചപ്പോഴും എനിക്ക് കമൻ്റ് ഉണ്ടായിരുന്നു, എനിക്കെതിരെ കമൻ്റ് ഉണ്ടായിരുന്നു. ബേസിക്കലി പൊങ്ങിലായിരുന്നു, നനച്ചിട്ടില്ല ഇതുവരെ. പക്ഷേ ഞാൻ അന്ന് എടുത്ത തീരുമാനങ്ങളെല്ലാം ഉചിതമായിരുന്നു എന്ന് എനിക്കിപ്പോൾ പൂർണ്ണമായ ബോധ്യമുണ്ട്. കാരണം ഞാൻ ആ കോൺഫിഡൻസിലാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. കാരണം എപ്പോഴും മൾട്ടിപ്പിൾ ക്രോപ്സ് നമ്മുടെ പറമ്പിലുള്ളതാണ് നമുക്ക് നല്ലത്. കാരണം പൊങ്ങില്യം മരത്തെപ്പറ്റി നമ്മൾ പറയുവാണെങ്കിൽ നമുക്കിതിന് തടി പ്ലൈവുഡ് ഉണ്ടാക്കുന്നതിനും തീപ്പെട്ടിക്കപ്പ് ഉണ്ടാക്കുന്നതിനും മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് പശ എടുക്കാമെന്ന് എന്നോടൊരാൾ പറഞ്ഞ് 2014 അതിനുശേഷം ഞങ്ങൾ പശ എടുക്കാൻ പലരെയും നമ്മൾ പരിശീലിപ്പിക്കുകയും അങ്ങനെ എടുത്ത് തരാൻ ബുദ്ധിമുട്ടുള്ളവരുടെ തോട്ടങ്ങളിൽ പോയിട്ട് ഞങ്ങൾ പശ ടാപ്പ് ചെയ്തെടുത്ത് അവരുടെ നിന്ന് പകുതി വില കൊടുത്ത് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 10,000-2000 മരങ്ങൾ നമ്മൾ ആ കാലത്ത് ടാപ്പ് ചെയ്തിരുന്നു 2014-2015 കാലഘട്ടങ്ങളിൽ. അതിന് ശേഷമാണ് പ്ലാന്റേഷനെ പറ്റി ചിന്തിച്ചതും എന്തുകൊണ്ട് എൻ്റെ പറമ്പിൽ തന്നെ അത്രയും മരങ്ങൾ നട്ടുപിടിപ്പിച്ച് മൾട്ടിപ്പിൾ ക്രോപ്സും കൂടെ കയറ്റി ഒരു നല്ല റവന്യൂവിലേക്ക് പോയിക്കൂടാ എന്നുള്ള ഒരു ചിന്തയാണ് ഇതിലേക്ക് വരാനുള്ള കാരണം. അപ്പോൾ പൊങ്ങില്ലത്തിൻ്റെ പശയ്ക്ക് ഉള്ള ഡിമാൻഡും അതുപോലെ തന്നെ അതിൻ്റെ പശ ഉപയോഗിച്ചുണ്ടാക്കുന്ന ചന്ദനത്തിരിക്കുള്ള ഡിമാൻഡും വളരെ കൂടുതലാണ്. എക്സ്പോർട്ട് ക്വാളിറ്റി ചന്ദനത്തിരികളാണ് ഉണ്ടാക്കുന്നത് പൊങ്ങില്ലി പശ ഉപയോഗിച്ച്. പൊങ്ങില്ലി പശ ചന്ദനത്തിരിയുടെ പ്രധാനപ്പെട്ട റോ മെറ്റീരിയലാണ്. സാധാരണ ചന്ദനത്തിരികൾ അതിൻ്റെ നിർമ്മാണത്തിൽ കെമിക്കൽ പശകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അത് കത്തി വരുന്ന പുക പലർക്കും അലർജി ഉണ്ടാക്കുന്നു. ആ സ്ഥാനത്ത് പൊങ്ങില്ലി പശ ഉപയോഗിച്ചുണ്ടാക്കുന്ന ചന്ദനത്തിരികൾ വളരെ വാസന തരുന്നതും അലർജറ്റിക് അല്ലാത്തത് കൊണ്ട് ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് ചോദിച്ച് മേടിക്കുന്നുണ്ട്. പല ആവശ്യങ്ങൾക്കും ആൾക്കാർ നേരിട്ട് വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ചന്ദനത്തിരികൾ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. സാധാരണ ചന്ദനത്തിരികൾ മെഷീൻ ഉപയോഗിച്ചാണത് മാനുഫാക്ചർ ഉണ്ടാക്കുന്നത്. പക്ഷേ പൊങ്ങില്ലി പശയുടെ ചന്ദനത്തിരികൾ മെഷീൻ ഉപയോഗിച്ച് ഉണ്ടാക്കുവാൻ സാധ്യമല്ല. പല ഓപ്ഷൻസും ട്രൈ ചെയ്തിരുന്നതാണ്. അപ്പോൾ നമ്മൾ അത് ചെയ്യുന്ന വേറൊരു പാർട്ടിയായിട്ട് സംസാരിച്ചപ്പോൾ അവരതിൻ്റെ സാങ്കേതിക സഹായം തരികയും അങ്ങനെ നമ്മൾ അതിലേക്ക് പോവുകയാണ് ചെയ്തത്. അത് ഹാൻഡ് റോൾഡാണ്, അതായത് കൈകൊണ്ട് ഉരുട്ടിയാണത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ലേബർ കോസ്റ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ചന്ദനത്തിരികളെ അപേക്ഷിച്ച് കോസ്റ്റ് കൂടുതലാണ്. പക്ഷേ ഗുണം വളരെ അധികമുണ്ട്. നമ്മുടെ കൊതുകുകളെ അകറ്റി നിർത്തുന്നു. പൊങ്ങില്ലി പശയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജാണത്. ഞങ്ങൾ പൊങ്ങില്യ മരം ടാപ്പ് ചെയ്യുന്ന ആവശ്യമായിട്ട് പല യാത്രകൾ നടത്തിയപ്പോൾ ഒരു വീട്ടിൽ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ പ്രായമുള്ള ഒരു വല്യമ്മ വന്ന് പറഞ്ഞത്,
പണ്ടത്തെ കാലങ്ങളിൽ കത്തി ഉപയോഗിച്ച് പാടുണ്ടാക്കി അതിൽ നിന്ന് ഒലിച്ചു വരുന്ന ഈ ചലം, അതായത് പശ ഉപയോഗിച്ച് പുകച്ച് കൊതുകുകളെ അകറ്റി നിർത്തിയ ഒരു അനുഭവം വിവരിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്പർ 1 ഒരു മൊസ്കിറ്റോ റെപ്പല്ലൻ്റ് ആയിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പുങ്ങില്ലിമരം നട്ടിരിക്കുന്നത് നിര തമ്മിൽ 9 അടി അകലത്തിലാണ് നട്ടിരിക്കുന്നത്. വരി തമ്മിൽ ഏകദേശം 10 10.5 അല്ലെങ്കിൽ 11 അങ്ങനെയുള്ള അകലമുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പിതാവ് മാനുവലായിട്ട്, അന്ന് മെഷീനറി ഒന്നുമില്ല, ചെയ്ത പ്ലാറ്റ്ഫോം ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. കാരണം അത് ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ലൈറ്റ്, സൂര്യപ്രകാശം കടന്നു വരാനുള്ള സാഹചര്യം ഉണ്ടായി എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം കൂടുതൽ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ സൂര്യപ്രകാശം ഇല്ലെങ്കിൽ ഇടപെടലുകൾ നന്നായിട്ട് വരത്തില്ല. അടയ്ക്കാമരത്തിനാണെങ്കിലും കൊടിക്കാണെങ്കിലും നമുക്ക് നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിലാണ് ഈൽഡിലേക്ക് പോകത്തുള്ളൂ. പുങ്ങില്ലി മരത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ആരും ശ്രദ്ധിക്കാതെ നമ്മുടെ പറമ്പുകളുടെ അതിർത്തിയിൽ മാത്രം കണ്ടുവന്നിരുന്ന ഒരു മരമാണ്. എൻ്റെ പിതാവിൻ്റെ കൈ പിടിച്ച് ഞങ്ങളുടെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അപ്പച്ചൻ എപ്പോഴും അതിന് വാഴയ്ക്ക് വളം ഇടുമ്പോൾ വളം ഇട്ട് കൊടുക്കുന്ന ഒരു ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ ഞാനങ്ങനെ അപ്പച്ചനോട് ചോദിച്ചിട്ടുണ്ട്, ഇതെന്തിനാണ് ഇതിന് വളം ചെയ്യുന്നത്, ഇതാരും ഇങ്ങനെ ശ്രദ്ധിക്കാറില്ലാതെ നിൽക്കുന്നൊരു മരമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞതെന്നു വെച്ചാൽ പെട്ടെന്ന് വണ്ണം വയ്ക്കാനും നല്ല രീതിയിൽ ഒറ്റത്തടിയായിട്ട് വളരാനും ഈ വളം കൊടുക്കുന്നതുകൊണ്ട് സഹായിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ ഒരു ഓർമ്മയുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഞാനിപ്പോൾ എൻ്റെ പറമ്പിൽ ഞങ്ങൾ അടയ്ക്കാമരത്തിന് കുരുമുളകിനും എല്ലാം ചാണാൻ ഇട്ട് കൊടുക്കുന്നു. പുങ്ങില്ലത്തിന് വളരെ അപൂർവമായിട്ട് രാസവളം ഇട്ട് കൊടുക്കാറുണ്ട്. മൊത്തത്തിൽ ഒരു വളം ഇവിടെ അവൈലബിളാണ്. ചാണകമായിട്ടും കോഴിക്കാട്ടമായിട്ടും എല്ലാം ഇന്നത്തെ അവൈലബിളാണ്. നമ്മൾ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ണം വെപ്പിച്ച് എടുക്കാൻ പറ്റും. ഏകദേശം 35-40 ഇഞ്ച് വണ്ണം വരുമ്പോഴാണ് നമുക്ക് ഇത് ടാപ്പ് ചെയ്ത് തുടങ്ങാൻ പറ്റുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് വണ്ണം വെപ്പിച്ച് കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഇത് പോകുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം കുരുമുളകിൽ നിന്നുള്ള വരുമാനം, അതുകൊണ്ട് തന്നെ അടയ്ക്കാമരത്തിൽ നിന്നുള്ള വരുമാനം, പിന്നെ മരം വണ്ണം വെച്ച് കഴിയുമ്പോൾ പുങ്ങില്യത്തിൻ്റെ പശയിൽ നിന്നുള്ള വരുമാനം എടുക്കാം എന്നുള്ളൊരു കാൽക്കുലേഷനാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെപ്പോഴും എന്താ പറയുക, തിരക്ക് കൂട്ടാണ്ട് ഏത് നൂതന കൃഷി രീതിയും വളരെ ക്ഷമയോടുകൂടി അപ്രോച്ച് ചെയ്യണം. കാരണം എൻ്റെ അനുഭവം എന്നെ അതാണ് പഠിപ്പിച്ചത്. കാരണം ഇതിൻ്റെ മറ്റുള്ള മരങ്ങളുടെ കൊമ്പുകൾ വെട്ടുന്ന പോലെ ഇതിൻ്റെ കൊമ്പുകൾ വെട്ടിയാൽ ഇതിന് ക്ഷീണമുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. അപ്പോൾ ഞാനത് കൊമ്പുകൾ വെട്ടാറില്ല ഇപ്പോൾ. അത് ഉണങ്ങി ദ്രവിച്ച് താഴെ വീണ് പോവുക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ രീതിക്ക് വിട്ടേക്കുക. പിന്നെ എന്നോട് പല കർഷകരും എൻ്റെ പറമ്പ് കാണാനായിട്ട് വരുന്നുണ്ട്. എന്നോട് എൻ്റെ തൈ അവിടെ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളത് കൊടുക്കും. ഒരു ജൂലൈ അവസാനത്തോടുകൂടി നമ്മൾ കൊടുക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, റബ്ബർ പോലെ ഇത് എല്ലായിടത്തും ഈ മരം വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ പ്രൈസ് താഴെ പോകില്ലേ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പശ മേടിക്കുന്ന 1-2 പേരുണ്ട്. അവർ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ എത്ര ടൺ പശ കിട്ടിയാലും അവരത് സ്റ്റോക്ക് ചെയ്ത് വെക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമോണം പവർഫുള്ളായിട്ടുള്ള ഒരു നാച്ചുറൽ ഗം ലോകത്ത് തന്നെ അവൈലബിൾ അല്ല. അതായത് ഇതിൻ്റെ ആ ഒരു ഒട്ടിപ്പിടിക്കുന്നതിനുള്ള പവർ വളരെ കൂടുതലാണ്. ഞാനും അതിശയിച്ച് പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ മറ്റുള്ള ഏത് മരത്തിൻ്റെ പശയാണെങ്കിലും ഇത്ര ഒരു പവർഫുൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു മാർക്കറ്റുണ്ട് മനോജ്. എത്ര ക്വാണ്ടിറ്റി കിട്ടിയാലും നമ്മൾ എടുക്കുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിന് ഏകദേശം ഒരു 900 രൂപ വില ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിളാണ്. എടുക്കാൻ ആളുണ്ട്. അത് നിലവിൽ ടാപ്പ് ചെയ്ത് വരുന്ന പക്ഷേ ഞാനെടുത്ത് അവർക്ക് കൊടുക്കുകയോ ചെയ്യുന്നത്. ഒരു ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടത് എന്നാന്ന് വെച്ചാൽ ഈ പുങ്ങില്ലി മരത്തിൻ്റെ സ്കിന്നിന് ഏകദേശം 1 സെൻറ്റിമീറ്ററോളം തിക്നെസ് വരും ഒരു പ്രായം ചെന്ന മരത്തിനകത്ത്. ആ പുങ്ങില്ലി മരത്തിൻ്റെ ജലാംശം മുഴുവൻ ഈ തൊലിയിലാണ് ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മരം വന്നിട്ട് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് ഇത് നല്ല ഇലക്കൊഴുപ്പുണ്ടാവും. അതായത് ഡിസംബർ, ജനുവരിയിലാണ് ഇത് തളിർത്ത് നിൽക്കുന്നത്. ഡിസംബർ, ജനുവരിയിൽ തളിർത്തിട്ട് ഫെബ്രുവരിയിലാണ് ഇതിൻ്റെ വിത്തുകൾ താഴേക്ക് വീഴുന്നത്. അത് നിങ്ങളെല്ലാവരും അവരവരുടെ പറമ്പിലുള്ള മരങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ജലാംശം സ്കിന്നിൽ ഉള്ളത് കൊണ്ടുള്ള മറ്റൊരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ പുങ്ങില്ലി മരത്തിൽ നമ്മൾ കുരുമുളക് കയറ്റുമ്പോൾ
അതിൻ്റെ അട്ടക്കാല്, കുരുമുളകിൻ്റെ അട്ടക്കാല് പൊങ്ങില്ലി മരത്തിൽ പിടിക്കുന്നതുകൊണ്ട് ചെറിയ രീതിയിൽ ജലാംശം കിട്ടാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ കൃഷി രീതിയിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും പോരായ്മകളോ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അന്നേരത്തെ ആ സാഹചര്യം അനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തുക കൃഷിയിൽ. അതുപോലെ തന്നെ എൻ്റെ ഈ തോട്ടത്തിൽ ഞാനൊരു 5-6 ടൈപ്പ് കുരുമുളകാണ് ഇട്ടിരിക്കുന്നത്. അത് ഒരു കർഷകൻ്റെ എക്സ്പീരിയൻസാണ്. ഒരെണ്ണം തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ കുരുമുളക് വള്ളികൾ ആ ഇനത്തിൽപ്പെട്ട എല്ലാം പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മുടെ വരുമാനത്തെ ബാധിക്കുമെന്ന് പുള്ളിയുടെ സജഷൻ പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ പലതരം വള്ളികൾ ഇട്ടിരിക്കുന്നത്. പൊങ്ങില്ലി മരം ടാപ്പ് ചെയ്ത് പശയെടുക്കുമ്പോൾ അതിനകത്ത് കുരുമുളക് നമ്മൾ നട്ട് കയറി പോകുമ്പോൾ ടാപ്പ് ചെയ്യാൻ തടസ്സമല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനുവേണ്ടി ഞാൻ ആദ്യം എന്താ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊങ്ങില്ലി നട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിനോട് 2 അടി മാറ്റി ഒരു കൊന്ന കമ്പ് നട്ടുപിടിപ്പിച്ച് അത് ഇതിനകത്തേക്ക് ചെരിച്ച് കയറ്റാനുള്ള ഒരു ശ്രമം നടത്തി. നിർഭാഗ്യവശാൽ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊങ്ങില്ലത്തേക്കാളും കൂടുതൽ വളർച്ചയിൽ കൊന്നക്കമ്പ് പൊങ്ങിപ്പോയതുകൊണ്ട് എനിക്ക് കൊന്ന ഒരു ബാധ്യതയായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ കൊന്ന പതുക്കെ എല്ലാ ചോട്ടിൽ നിന്ന് ഞാനത് മാറ്റിക്കളയുകയാണ്. അങ്ങനെ അതൊരു തെറ്റായ രീതിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് പൊങ്ങില്ലത്തിൻ്റെ ചോട്ടിൽ തന്നെ ഒരു 10 ഇഞ്ച് അകത്തി അല്ലെങ്കിൽ 1 അടി അകത്തി കുരുമുളക് നട്ടിട്ട് അടിയിൽ നിന്ന് 2, 3, 4 വള്ളികൾ ഏകദേശം 1-1.5 മീറ്റർ ഉയരത്തിൽ പോയതിന് ശേഷം ചെതറി അല്ലെങ്കിൽ പടർന്ന് മുകളിലേക്ക് കയറി പോകുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ താഴെയുള്ള വള്ളി ഭാഗം ഒഴിവാക്കി നമുക്ക് ടാപ്പ് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് 1 അടി അകത്തി നമ്മൾ നട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരം വണ്ണം വെക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പരമ്പരാഗത കർഷക സുഹൃത്തുക്കൾ, എനിക്ക് പ്രായമുള്ളവരൊക്കെ എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമെന്ന് വെച്ചാൽ, എൻ്റെ തോട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ തോട്ടം വിസിറ്റ് ചെയ്തവർ പറഞ്ഞൊരു സജഷനുണ്ട്. ഒറ്റ വള്ളിയായിട്ടല്ലെങ്കിൽ പോകുന്ന കുരുമുളക് ഇറക്കി കയറ്റുക എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ മെത്തേഡുണ്ട്. അതായത് അതിൻ്റെ ഇലകൾ നുള്ളിക്കളഞ്ഞ് ചോട്ടിൽ അല്ലെങ്കിൽ മരത്തിന് ചുറ്റും ഇങ്ങനെ ചെയ്തിട്ട് മുകളിലേക്ക് വിടാൻ എന്നോട് സജസ്റ്റ് ചെയ്തിരുന്നു. ഈ കൃഷി രീതിയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ, അപ്പോൾ അടി മുതലേ കൊമ്പുകൾ അല്ലെങ്കിൽ തളിർത്ത് അല്ലെങ്കിൽ ഒത്തിരി തളിർപ്പോട് കൂടി കുരുമുളക് കയറി കഴിഞ്ഞാൽ നമുക്ക് ടാപ്പിങ്ങിന് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ടാണ് ഞാനത് പ്രിഫർ ചെയ്യാത്തത്. അപ്പോൾ ഏകദേശം 1.5 മീറ്ററിന് മുകളിലേക്ക് ഇത് പടർന്ന് കയറാവുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതുമൂലം തന്നെ എനിക്കിപ്പോൾ അടയ്ക്കാമരമുണ്ട്. ആ അടയ്ക്കാമരത്തിലും അതിൻ്റെ പ്രായമായി കഴിയുമ്പോൾ നമ്മൾ ഒന്നിടവിട്ട് നമ്മൾ കുരുമുളക് പ്ലാൻ ചെയ്യുന്നുണ്ട് നടാനായിട്ട്. എനിക്കിപ്പോൾ മൊത്തത്തിൽ ഏകദേശം 3-4 ഏക്കർ സ്ഥലത്ത് നമ്മൾ നട്ടിരിക്കുന്നത് ഏകദേശം ഒരു 1500ഓളം മരങ്ങളാണ് ഏകദേശം. എല്ലാം ഒരേ രീതിയിലുള്ള വളർച്ച വന്നിട്ടില്ല. ഞാൻ ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായി ചില ഭാഗങ്ങളിൽ കുറച്ച് അടുപ്പിച്ച് ഞാൻ മരങ്ങൾ നട്ടിട്ടുണ്ട്. അവിടെ കുറച്ച് കമ്പാരിറ്റീവ്ലി വളർച്ച കുറവാണ്. അപ്പോൾ ഈ കൊല്ലം മുതൽ കുറച്ച് വളം ചെയ്ത് നമ്മളൊന്ന് കയറ്റിക്കൊണ്ട് വരാനായിട്ട് നോക്കുന്നുണ്ട്. അതൊരു പരീക്ഷണത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നാലും ഒരു ആവറേജ് ഒരു 20 ഇഞ്ച് വണ്ണം നമുക്കിതുവരെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ 25-30 ഇഞ്ച് വണ്ണമുള്ള മരങ്ങൾ എൻ്റെ പറമ്പിലുണ്ട്. എൻ്റെ വീട്ടിൽ നിന്നുള്ള വെള്ളം റോഡ് വഴി ഇട്ടിരിക്കുന്ന പൈപ്പ് മുഖേന മുകളിലെ ടാങ്കിലെത്തുകയും ടാങ്കിൽ നിന്ന് എൻ്റെ ഈ പ്ലാന്റേഷനിലേക്ക് മുഴുവൻ ഗ്രാവിറ്റിയിലാണ് വെള്ളം വന്ന് പറമ്പ് നനയുന്നത്. നല്ല പ്രഷറുണ്ട്, കാരണം ടാങ്കുകൾ വളരെ ഉയരത്തിലാണ്. അതായത് ഓൾറെഡി എനിക്ക് അവിടെ മോട്ടർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് രണ്ടാമത് എനിക്കൊരു കോസ്റ്റ് ഇല്ലാണ്ട് തന്നെ ആവശ്യമുള്ള സമയത്ത് ഇത് ഇങ്ങനെ നനയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ഉള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തിനനുസരിച്ച് ഉള്ള ഇറിഗേഷൻ സിസ്റ്റമാണ് സെറ്റ് ചെയ്യേണ്ടത്. നമ്മളിത് ഇറിഗേഷൻ സെറ്റ് ചെയ്യാനായിട്ട് ചോടുകളിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി പല ഏജൻസികളും ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ ഭീമമായ എമൗണ്ട് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെയും പണിക്കാരൻ്റെയും തോട്ടം നോക്കുന്ന ആളുടെയും സൗകര്യത്തിനനുസരിച്ച് നമ്മളത് നമ്മുടെ സിമ്പിളായിട്ട് നമ്മളത് ഇറിഗേഷൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ പ്രഷർ കാണണമെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് എൻ്റെ വാൽവ് തുറന്ന് കാണിച്ചു തരാം. ഈ വാൽവുകൾ അടയ്ക്കുമ്പോൾ ഹൈ പ്രഷറിൽ വെള്ളം വരുന്നതുകൊണ്ട് വളരെ സാവധാനം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അടച്ചില്ലെങ്കിൽ പൈപ്പ് ലൈൻ ഡാമേജ് ആവും. അതുകൊണ്ട്
നമ്മളതെല്ലാം ശ്രദ്ധിച്ചാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഉപയോഗിച്ചിരിക്കുന്ന പൈപ്പുകളെല്ലാം ഗുണനിലവാരം ഉള്ളതാണ്. പറമ്പിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ വളവും ചെടികളും എല്ലാം കൊണ്ടുപോകുന്നതിന് വേണ്ടി വഴി നമ്മൾ ഇട്ടിട്ടുണ്ട്. അതെല്ലാം റോഡിൻ്റെ സെൻറ്ററിൽ കൂടിയാണ്, ആ റോഡുകളുടെ സെൻറ്ററിൽ കൂടിയാണ് നമ്മൾ മെയിൻ പൈപ്പ് ലൈനുകളെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം നാളെ പൊങ്ങല്ലി മരം വളർന്ന് വേര് വന്ന് പൈപ്പുകൾ പൊട്ടാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പൈപ്പ് ലൈൻ ചെയ്തിട്ട് ഏകദേശം ഒരു 5 കൊല്ലമായിട്ടുണ്ട്. ഇതുവരെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം PVC പൈപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്, HDPE പൈപ്പുകൾ നമ്മൾ ഇറിഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി LDPE പൈപ്പുകളിൽ നമ്മൾ ഇറിഗേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ അവരവരുടെ സാഹചര്യം അനുസരിച്ച് ഫണ്ടിൻ്റെ അല്ലെങ്കിൽ പൈസയുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ഉള്ള ഇറിഗേഷൻ സിസ്റ്റം സെറ്റ് ചെയ്യുമായിരിക്കും നല്ലത്. പ്രധാനപ്പെട്ട കാര്യം പൊങ്ങല്യം എങ്ങനെ ടാപ്പ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ ടാപ്പിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരെയും പൊതുവെ ധരിക്കുന്നത് റബ്ബർ ടാപ്പ് ചെയ്യുന്ന പോലെ റൗണ്ടിൽ വൃത്താകൃതിയിലാണ് എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഇതങ്ങനെയല്ല. അടിയിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ ആദ്യം 1 സെൻറ്റിമീറ്റർ രീതിയിൽ തൊലി കട്ട് ചെയ്ത് തടിയിൽ മുട്ടുന്ന രീതിയിൽ ഒരു ലൈൻ പോലെ ഇടുന്നു. ആ തൊലി കട്ടാവുന്നതിൻ്റെ 2 സൈഡുമാണ് നമ്മളുടെ പിന്നെ ടാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പട്ട ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു മരമുണ്ട്. ഈ മരം ഞാൻ ടാപ്പ് ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ ഒരു കൊമ്പ് കേടായിട്ട് അവിടെ നിന്ന് ഇതിൻ്റെ പശ ഒലിച്ചിറങ്ങിയ പാടാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഭായിയോട് പറയുമായിരുന്നു അതൊന്ന് ടാപ്പ് ചെയ്ത് പശ ഉണ്ടോ എന്ന് നോക്കാൻ പറയുമായിരുന്നു. അതായത് ഇതിപ്പോൾ നിങ്ങൾ കണ്ടാലറിയാം, ഇതിങ്ങനെ മരത്തിൽ നിന്ന് പശ ഒഴുകി വന്ന് ഈ ചിരട്ടയുടെ അടിയിൽ പോയി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വെള്ളവും കാണാം. മഴ പെയ്തപ്പോൾ ഉണ്ടായ വെള്ളമാണ്. ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ച് കളഞ്ഞാലും പശ അവിടെ ഇരിക്കും. കാരണം സാന്ദ്രത കൂടുതലാണ് പൊങ്ങല്യ പശയ്ക്ക്, അതുകൊണ്ട് അത് അടിയിൽ പോയി കിടക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ പശ ഒന്ന് കയ്യിലെവിടെയെങ്കിലും പറ്റി പിടിച്ചു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ്. അത് ഒട്ടി പിടിച്ചു കഴിഞ്ഞാൽ അത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കെമിക്കൽ അല്ലെങ്കിൽ ഇങ്ങനെ ഉരച്ച് കളയാനാണ് നമുക്ക് അത് പറ്റത്തുള്ളൂ. ഈ മരം ടാപ്പ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക രീതിയിലുള്ളൊരു കത്തിയാണ് യൂസ് ചെയ്യുന്നത്. ആ കത്തി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ടാപ്പ് ചെയ്യുന്ന മെത്തേഡും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നത് പൊങ്ങല്യ മരത്തിൻ്റെ തടിയാണ്. ഇത് പശ ഒലിച്ച് വന്ന് ഇറങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ ടാപ്പ് ചെയ്യാൻ വരുമ്പോൾ ഈ കാണുന്ന പശ വടിച്ച് നമ്മൾ ചിരട്ടയിലേക്ക് ഇടുകയും വീണ്ടും അതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. റബ്ബർ മരങ്ങളുടെ ടാപ്പിംഗ് സമയത്ത് അതിൻ്റെ പാൽപ്പട്ട ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞ് ഓട്ടോമാറ്റിക് അടയുന്നത് പോലെ ഇത് അടയില്ല. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ മേ ബി രാവിലെ വെട്ടിക്കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് അടഞ്ഞു പോകുന്നതുകൊണ്ട് നമ്മളൊന്ന് ഫ്രഷ് ആക്കി കൊടുക്കുക. അപ്പോൾ ഡെയിലി വെട്ടണം എന്നില്ല. നമ്മുടെ പൊങ്ങല്യ മരങ്ങൾ 1.5 അടം വെട്ടിയാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യപ്പെട്ടില്ലെങ്കിൽ 2.5 അടം വെട്ടിയാലും പ്രോബ്ലം ഇല്ല. നമുക്ക് രാവിലെ കയറി നമ്മൾ പറമ്പിൽ ഒന്ന് വെട്ടണം, റബ്ബർ മരം പോലെ വെട്ടണം എന്നില്ല. അങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജുകളാണ് എന്നെ ഇതിനകത്തേക്ക് ആകർഷിച്ചത്. പിന്നെ റബ്ബർ മരം ടാപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് തൊലി മുറിഞ്ഞ് കളഞ്ഞ് പാൽപ്പട്ട മുറിയുകയും വേണം. എന്നാൽ തടിയിലേക്ക് കൊള്ളാൻ പാടില്ല. തടിയിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ അവിടെ കായം വരും അല്ലെങ്കിൽ മുഴ വരും. പക്ഷെ പൊങ്ങല്യത്തിൻ്റെ തടിയിലേക്ക് കൊണ്ടുവന്നോർത്ത് കുഴപ്പമില്ല. കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലിയാണ് ടാപ്പ് ചെയ്യാനായിട്ട്. പൊങ്ങല്യ മരം ടാപ്പ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഇപ്പോൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ മഴ പെയ്ത സമയത്തുള്ള വെള്ളമാണ് ചിരട്ടയിൽ നമ്മൾ കാണുന്നത്. അതങ്ങ് ഒഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ പശ ഇരിപ്പുണ്ട്. അപ്പോൾ താഴെ വെച്ച് ഇനി ഇതിന് ഉപയോഗിക്കുന്ന കത്തി ഇതാണ്. നമ്മൾ റബ്ബറിന് ഷെയ്ഡ് ഇടാൻ നേരത്തെ ചിരണ്ടുന്ന ആ ടൈപ്പ് ഒരു കത്തിയാണിത്. ഇതിങ്ങനെ അറ്റം ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ ഇവിടെയും വായ്ത്തലയുണ്ട്, ഇവിടെയും വായ്ത്തലയുണ്ട്. ഈ കത്തി ഉപയോഗിച്ചിട്ടാണിത് ടാപ്പ് ചെയ്യുന്നത്. ആദ്യമായിട്ട് പൊങ്ങല്യ മരത്തിൻ്റെ പട്ടയിലിരിക്കുന്ന പശ നമ്മളത് വടിച്ച് ചിരട്ടയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതിൻ്റെ കൂടെ പൊങ്ങല്യ മരത്തിൻ്റെ കുറച്ച് തൊലിയും കൂടെ കയറി വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, ചെറിയ രീതിയിലുള്ള തൊലികൾ അവർ ആക്സെപ്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഫിൽറ്ററിങ് ചെയ്യുന്നത്. ഫിൽറ്ററിങ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എന്തെങ്കിലും ചെള്ളോ പ്രാണികളോ പറമ്പിലുണ്ടാകുന്ന എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ
അത് അവർ ഫിൽറ്ററിങ്ങിലൂടെ പുറത്ത് കളയും. ഇപ്പം ഇനി ടാപ്പ് ചെയ്യാൻ പോവുകയാണ്. ടാപ്പ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. കത്തി ഇങ്ങനെ പിടിച്ചിട്ട് മുകളിലേക്ക് ശക്തമായിട്ട് പുങ്ങിൽ വരെ ടാപ്പ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അത്രയും സിമ്പിളാണ്. പക്ഷെ കുറച്ച് ബലം കൊടുത്ത് വേണം ചെയ്യാനായിട്ട്. ഇതാണത് വെട്ടുമ്പോൾ കിട്ടുന്ന അതിൻ്റെ ഒരു പട്ടയാണ്. നമ്മുടെ ഒട്ടുപാലെന്ന് ഞാൻ പറയുന്നില്ല, ഇതാണ്. ഇതിനകത്ത് പശയുടെ കണ്ടൻറ്റും ഉണ്ട്. ഇതിനും അവരൊരു വിലയിട്ട് എടുക്കുന്നതാണ്. ഇത് ചില ചന്ദനത്തിരികൾക്ക് റോ മെറ്റീരിയലായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇത് ഒരു പ്ലാന്റേഷൻ പോലെ നമ്മളിത് ചെയ്യുമ്പോൾ ഇത് കളക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എടുക്കാൻ ആളുണ്ട്. ഇത് തൽക്കാലം നമ്മളിത് ഇവിടെ സൈഡിൽ ഇട്ടേക്കുവാണ്. അത് പിന്നെ നമ്മളത് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നാളെയോ നാളെ കഴിഞ്ഞോ വന്ന് നമ്മൾ ടാപ്പ് ചെയ്താൽ മതി. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ആദ്യം ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ലൈൻ ആദ്യം ഇടുന്ന സമയത്ത് ഏകദേശം 8 ദിവസത്തോളം ഡെയിലി ടാപ്പ് ചെയ്യണം. 8 ദിവസം ഡെയിലി ടാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 8ാം ദിവസം മുതൽ നൈസായിട്ട് പശ തടിയുടെയും തൊലിയുടെയും ഇടയ്ക്കുള്ള ഒരു പാടയുടെ ഇടയിൽ നിന്ന് ഇറങ്ങി വന്ന് തുടങ്ങും. അപ്പോൾ ഒരു 3-4 ദിവസത്തോടെ ഡെയിലി ടാപ്പ് ചെയ്തതിന് ശേഷം പിന്നെ 1.5 അടം അല്ലെങ്കിൽ 2.5 അടം ടാപ്പ് ചെയ്താൽ മതിയാവും. ഏകദേശം 1 കിലോയോളം പശ നമുക്ക് ഒരു മാസം കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള മരങ്ങൾ എല്ലാം ഒരേപോലെ ഈൽഡ് തരുന്നവയല്ല. പൊങ്ങില്ലി മരം ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 35-40 ഇഞ്ച് വണ്ണം ആണ് വേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വണ്ണം എത്ര കൂടിയാലും നല്ലതാണ്. അങ്ങനെ ഉള്ള മരങ്ങൾക്കാണ് ആ സ്കിന്ന് വളരെ സ്റ്റിഫായിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള മരങ്ങളാണ് നല്ല ഈൽഡ് നമുക്ക് തരത്തുള്ളൂ. ഞാനിപ്പോൾ നിങ്ങളുടെ ഒരു പുതിയ മരം എങ്ങനെയാണ് ടാപ്പ് ചെയ്ത് തുടങ്ങുന്നത് എന്നുള്ളതൊന്ന് കാണിക്കാൻ വേണ്ടി എൻ്റെ സമീപത്ത് നിൽക്കുന്ന ഒരു സുഹൃത്തിൻ്റെ ഒരു പറമ്പിൽ ഒരു മരത്തിനകത്ത് ഞാനൊരു ലൈനിട്ട് കാണിച്ചു തരാം. ആ ലൈൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഞാൻ ആദ്യം പറഞ്ഞ പോലെ 8 ദിവസം നമ്മൾ ഡെയിലി ടാപ്പ് ചെയ്യുമ്പോഴാണ് പശ ഒലിച്ചിറങ്ങി വരുന്നത്. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് പശ എടുക്കുവാൻ വേണ്ടി പട്ട പൊങ്ങിൻ്റെ മരത്തിലിടുന്നതെന്ന് കാണാം. ഈ മരം ഏകദേശം 20 ഇഞ്ച് വണ്ണമേ ഉള്ളൂ. ഇത് എങ്ങനെയാണ് പട്ട ഇടുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് വെട്ടിപ്പോയ ഒരു കുറ്റിയിൽ നിന്ന് മുളച്ച് വന്നൊരു തണ്ടാണ്. ഇത് ഇങ്ങനെ 2 പ്രാവശ്യം കാണിച്ചതിന് ശേഷം വീണ്ടും ഇതുവരെ തടിയിലേക്ക് എത്തിയിട്ടില്ല. തടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, വണ്ണം കുറഞ്ഞ മരമായതുകൊണ്ട് ഇതിൻ്റെ തൊലിക്ക് തിക്നെസ് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ 35 ഇഞ്ച് 40 ഇഞ്ച് വണ്ണം വെക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിച്ച പോലെ ഈൽഡ് കിട്ടത്തില്ല. നമ്മളുടെ പട്ട പെട്ടെന്ന് തീരുകയും മരത്തിൻ്റെ വളർച്ചയെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അതുവരെ 35 ഇഞ്ച് 40 ഇഞ്ച് വണ്ണം വരുന്നവരെ നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക, വളം ചെയ്യുക. മറ്റുള്ള വിളകൾ നനയ്ക്കുമ്പോഴുള്ള വെള്ളം അതിന് കിട്ടട്ടെ. അതുകൊണ്ട് തന്നെയാണ് ഞാനിതിനകത്ത് നമുക്ക് ആ സമയം വരെ നമുക്ക് വരുമാനം കിട്ടാൻ വേണ്ടി പലവിധം ഇടവിളകൾ പ്ലാൻ ചെയ്യാൻ പറയുന്നത്. അടയ്ക്കാമരമാകാം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുരുമുളക് കയറ്റി വിടാം. അപ്പോൾ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് കൃഷി പ്ലാൻ ചെയ്യുക. ഇത് ഇപ്പോൾ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മരമാണ്. ഇത് ടാപ്പ് ചെയ്ത് ഏകദേശം 2 സൈഡിലേക്കും കൂടി ഒരടി നീളം വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ സൈഡിലെ ടാപ്പിംഗ് നിർത്തുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ തന്നെ പുതിയ പട്ട സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം അതിന് മുമ്പായിട്ട്. അപ്പോഴത്തേക്കും പശ അവിടെ വന്നു തുടങ്ങും. അവിടെയും ഒരടി വന്ന് കഴിയുമ്പോൾ നമുക്ക് മുകളിലേക്ക് മാറ്റി പട്ട ഇടാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ലോകത്തിൽ എത്രയും പെട്ടെന്ന് തൊലി വന്ന് കൂടുന്ന ഒരു മരമാണ് പൊങ്ങില്ലം എന്നാണ് എൻ്റെ അറിവ്. നമ്മൾ ഇവിടുത്തെ ഒരടി വെട്ടിക്കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ തൊലി വന്ന് തുടങ്ങും. അത് കഴിഞ്ഞ് ഇവിടുത്തെ വെട്ട് കഴിഞ്ഞ് മുകളിലേക്ക് പോകുന്തോറും ഇത് കംപ്ലീറ്റ് ആവും. അപ്പോൾ അങ്ങനെ നമുക്ക് വീണ്ടും ടാപ്പ് ചെയ്യാവുന്നതാണ്. പൊങ്ങില്ലം ടാപ്പിങ്ങിനെ പറ്റി പറയുമ്പോൾ ഇത് ഒരു മരം എത്ര കൊല്ലം ടാപ്പ് ചെയ്യാമെന്നുള്ളൊരു ചോദ്യം ന്യായമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഞാനിപ്പോൾ ഇത് ടാപ്പ് ചെയ്ത് തുടങ്ങി, അല്ലെങ്കിൽ ഈ കൃഷി രീതി ഒരു പുതിയൊരു കൃഷി രീതിയാണ്.
അതുകൊണ്ട് എത്ര കൊല്ലം ടാപ്പ് ചെയ്യാൻ പറ്റും എന്നെനിക്ക് ഇയർ വൈസ് എനിക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റില്ലെങ്കിൽ കൂടി എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, മാക്സിമം വണ്ണം വെപ്പിച്ച് കൂടുതൽ ഏരിയ ടാപ്പിങ്ങിന് സൗകര്യം ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ദീർഘകാലം ഇത് ചെയ്യാൻ പറ്റും. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇന്നത്തെ വിലയാണ് ഞാനിപ്പോൾ ഏകദേശം 900 രൂപ എന്ന് പറഞ്ഞത്. ഇതിന് നല്ല രീതിയിൽ പ്രൈസ് കൂടുന്നുണ്ട്, കാരണം ഇതിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് വൈകുന്തോറും എന്തായാലും പ്രൈസ് കൂടത്തേ ഉള്ളൂ. ഇത് പശ ഇങ്ങനെ പ്ലാസ്റ്റിക് കവറുകളിലാണ് സൂക്ഷിച്ചു വയ്ക്കുന്നത്. ഇതൊരു 3-4 കൊല്ലം മുമ്പ് എനിക്ക് തോന്നുന്നു ഏകദേശം 300 രൂപയ്ക്ക് മേടിച്ച പശയാണ് കിലോയ്ക്ക്. ഇതിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 900 രൂപ വില ഉണ്ട് ഇപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ. ഇതിപ്പോൾ 3-4 ലെയർ കൂടുകൾ ഇട്ടിട്ടാണ് നമ്മളിത് പാക്ക് ചെയ്യുന്നത്, ലീക്കേജ് ഒഴിവാക്കാനായിട്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത്ര നാളത്തെ പഴക്കം കൊണ്ട് ഇതിൻ്റെ കളർ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതിങ്ങനെ സൺലൈറ്റിൽ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് പതുക്കെ നൈസായിട്ട് ഉരുകി വരും. അത് എന്നിട്ടത് ഫിൽറ്റർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ കാണിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാനൊരു കുപ്പിക്കകത്താക്കി വെച്ചിരിക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ കളർ, വെണ്ണ കളറാണ് ഇതിൻ്റെ പശ. ഇതാണ് ഇതിൻ്റെ ഒരു നാച്ചുറാലിറ്റി. ഓക്കെ, ഇത് ഒരു വെണ്ണ പോലെ ഭയങ്കര ഫ്ലെക്സിബിളാണ്. അത് നമുക്ക് ഈ കൂടിലും ഫീൽ ചെയ്യും. ഇതും ഫ്ലെക്സിബിളാണ്. ചന്ദനത്തിരി ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങളത് ഇപ്പോൾ നടക്കുന്ന സെയിലുകൾ മുഴുവൻ ഡയറക്റ്റ് കസ്റ്റമേഴ്സാണ്. അറിഞ്ഞു കേട്ട് പലരും വന്ന് നേരിട്ട് മേടിച്ചുകൊണ്ട് പോകണം. അതുകൊണ്ട് ഞങ്ങൾ ബ്രാൻഡിങ് നമ്മൾ ചെയ്തിട്ടില്ല. സാധാരണ ചന്ദനത്തിരികൾ എന്നാണ് അറിയപ്പെടുന്നത് എങ്കിലും ഒന്നിലും ചന്ദനമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് പൊങ്ങില്ല് മരത്തിൻ്റെ പശ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു തിരി ആയതുകൊണ്ട് നമ്മളിതിന് പൊങ്ങില്ല് തിരി എന്ന് വിളിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് പേരിട്ടിരിക്കുന്നത്, പൊങ്ങില്ല് തിരി. അപ്പം ഇതിൻ്റെ വാസന നല്ല വാസനയാണ്. അപ്പോൾ അത് നേരിട്ട് മാത്രമേ അത് അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട, സാധാരണ ചന്ദനത്തിരികൾ നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന അടത്തിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ അടന്ന് പോരത്തില്ല. കാരണം ഞാൻ ആദ്യം കാണിച്ച പോലെ പശ വഴുവഴുപ്പുള്ളതായതുകൊണ്ട് അത് ആ പെർഫ്യൂംസ് ഉപയോഗിച്ചിരിക്കുന്ന നാച്ചുറൽ പെർഫ്യൂംസോട് കൂടി അതിങ്ങനെ അടന്ന് പോന്നിരിക്കുകയാണ്.